പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഇ+ കേരളയുടെ മറ്റൊരു റിവിഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമായ അവകാശങ്ങളെക്കുറിച്ചും 6-ാമത്തെ അധ്യായമായ പൗരത്വത്തെക്കുറിച്ചും 7-ാമത്തെ അധ്യായമായ ദേശീയതയെക്കുറിച്ചുമാണ്. ഈ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ആദ്യമായി ചാപ്റ്റർ 15 റൈറ്റ്സ്, 15-ാമത്തെ അധ്യായമാണ് അവകാശങ്ങൾ. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്? വ്യത്യസ്ത തരം അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്. The right to vote, the right to contest and the right to form political parties are the main political rights. രാഷ്ട്രീയ അവകാശങ്ങൾ: വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവകാശങ്ങൾ. സെക്കൻഡ് പോയിന്റ്, സിവിൽ റൈറ്റ്സ്. The right to free and fair trial, freedom of expression and freedom to form organizations are examples of civil rights. പൗരാവകാശങ്ങൾ: സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നിവ പൗരാവകാശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. The main economic rights are the right to basic needs such as food, shelter and health, the right to work, the right to rest and the right to have a reasonable wage. സാമ്പത്തിക അവകാശങ്ങൾ: ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അവകാശം, ജോലി ചെയ്യുവാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, ന്യായമായ വേതനത്തിനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക അവകാശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങളും കടമകളും തമ്മിലുള്ള ബന്ധം എഴുതുക. ഫസ്റ്റ് പോയിന്റ്, വർക്ക് ഫോർ ദ കോമൺ ഗുഡ്. Environmental protection and protection of public property are the responsibility of all. പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുക. പരിസ്ഥിതി സംരക്ഷണവും പൊതുസ്വത്തിന്റെ സംരക്ഷണവും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. സെക്കൻഡ് പോയിന്റ്, റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. എവരിവൺ ഷുഡ് എൻജോയ് ഹിസ് ഓർ ഹെയർ ഓൺ റൈറ്റ്സ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക. എല്ലാവരും മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ ഇടപെടാതെ വേണം സ്വന്തം അവകാശങ്ങൾ ആസ്വദിക്കുവാൻ. തേർഡ് പോയിന്റ്, ബാലൻസ് അവർ റൈറ്റ്സ് വെൻ ദേ കം ഇൻ ടു കോൺഫ്ലിക്റ്റ്. വി മസ്റ്റ് ഇമ്പോസ് സർട്ടൺ സെൽഫ് റെസ്ട്രിക്ഷൻസ് ഓൺ റൈറ്റ്സ് വി എൻജോയ്ഡ്. അവകാശങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സംയമനം പാലിക്കണം. ഓരോ വ്യക്തിയും സ്വന്തം അവകാശങ്ങൾക്ക് മേൽ ചില സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഫോർത്ത് വൺ, citizens must be vigilant on restrictions by the government. Everyone is obliged to respect the restrictions imposed by the government for the common good. സർക്കാർ നിയന്ത്രണങ്ങളെ പൗരന്മാർ ബഹുമാനിക്കണം. പൊതു നന്മയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ബഹുമാനിക്കുവാൻ എല്ലാ പൗരന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്. അടുത്ത ചാപ്റ്റർ, സിറ്റിസൺഷിപ്പ്, പൗരത്വം. മെൻഷൻ ദ മെത്തേഡ്സ് ബൈ വിച്ച് ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ ബി അക്വയർഡ്. ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ എഴുതുക. ഇതാണ് ചോദ്യം. ഫസ്റ്റ് പോയിന്റ്, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ജന്മം കൊണ്ടുള്ള പൗരത്വം. സെക്കൻഡ് പോയിന്റ്, ട്രഡീഷണൽ സിറ്റിസൺഷിപ്പ് ഇഫ് ദ ഫാദർ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, പാരമ്പര്യം കൊണ്ടുള്ള പൗരത്വം. അച്ഛൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ ലഭിക്കുന്ന പൗരത്വമാണ് പാരമ്പര്യം കൊണ്ടുള്ള പൗരത്വം. തേർഡ് പോയിന്റ്, സിറ്റിസൺഷിപ്പ് ത്രൂ രജിസ്ട്രേഷൻ, സ്പൗസസ് ഓഫ് ഇന്ത്യൻ നാഷണൽസ് ഓർ Indian nationals who have lived in India for 5 years. രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന പൗരത്വം 5 വർഷം ഇന്ത്യയിൽ ജീവിച്ച ഇന്ത്യൻ വംശജർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ ഭാര്യമാർക്കുമാണ് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ പറ്റുന്നത്. ഫോർത്ത് പോയിന്റ്, സിറ്റിസൺഷിപ്പ് ഫോർ ഫോറിനേഴ്സ് ത്രൂ ലോക്കലൈസേഷൻ, തദ്ദേശീകരണത്തിലൂടെ വിദേശികൾക്ക് ലഭിക്കുന്ന പൗരത്വം. ഫിഫ്ത് പോയിന്റ്, സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻഡ് ബൈ മെർജിംഗ് ടെറിട്ടറീസ്, ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ വിദേശ പൗരന്മാർക്ക് ലഭിക്കുന്ന ഇന്ത്യൻ പൗരത്വം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺസ് ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്.
ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുന്നതിനുള്ള വിവിധ കാരണങ്ങൾ എഴുതുക. ഫസ്റ്റ് വൺ, ഈ someone is denied citizenship by statement, പ്രസ്താവനയിലൂടെ ഒരാൾ പൗരത്വം നിരസിച്ചാൽ. സെക്കൻഡ് പോയിന്റ്, if you are a citizen of another country, ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. തേർഡ് പോയിന്റ്, സിറ്റിസൺഷിപ്പ് ഈസ് പ്രൂവ്ഡ് ബൈ ഫേക്ക് ഡോക്യുമെന്റ്സ്, ഒരു വ്യക്തി വ്യാജ പ്രമാണങ്ങളിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, സാർവത്രിക പൗരത്വവും ആഗോള പൗരത്വവും, ഈ രണ്ട് ആശയങ്ങൾ വിവരിക്കുക. ആദ്യം യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. The idea of universal citizenship is to give everyone the citizenship of the country they want. Nations are often unwilling to accept those who are forced to emigrate due to war or any other economic issues. They are forced to live in refugee camps as illegal immigrants without getting their civil rights. ആദ്യത്തേത് സാർവത്രിക പൗരത്വമാണ്. എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ പൗരത്വം നൽകുക എന്ന ആശയമാണ് സാർവത്രിക പൗരത്വം. എന്നാൽ യുദ്ധം, ക്ഷാമം, ആഭ്യന്തര കലാപം തുടങ്ങിയ കാരണങ്ങളാൽ കുടിയേറ്റത്തിന് നിർബന്ധിതരാകുന്ന എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് മറ്റ് രാഷ്ട്രങ്ങൾ തയ്യാറാകാറില്ല. പൗരാവകാശങ്ങൾ ലഭിക്കാതെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കുവാൻ ഇത്തരം മനുഷ്യർ നിർബന്ധിതരാകുന്നു. രണ്ടാമത്തെ ആശയം ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ആണ്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ഈസ് ദ ഐഡിയ ദാറ്റ് all people are members of the global community. The growth in communication has brought the people across the world closer. Some common problems can be solved only through international cooperation. ആഗോള പൗരത്വം, എല്ലാ മനുഷ്യരും വിശ്വസമൂഹത്തിലെ അംഗങ്ങൾ ആണെന്നുള്ള ആശയമാണ് ആഗോള പൗരത്വം. വാർത്താവിനിമയ രംഗത്തുണ്ടായ വളർച്ച ലോക ജനതയെ കൂടുതൽ അടുപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ ചില പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. അടുത്ത അധ്യായം ദേശീയത, നാഷണലിസം. റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയെ ശക്തിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എഴുതുക. ഫസ്റ്റ് പോയിന്റ്, ഷെയർഡ് ബിലീഫ്സ്. ദ നാഷൻസ് ഈസ് ഓൺലി സ്ട്രെങ്തൻഡ് when citizens believe that they are all members of the same community. പങ്കുവയ്ക്കപ്പെട്ട പൊതുവിശ്വാസങ്ങൾ. ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു എന്ന പൊതുവിശ്വാസത്തിലൂടെ ദേശീയത ശക്തിപ്പെടും. സെക്കൻഡ് പോയിന്റ്, ഹിസ്റ്ററി. ഹാവിംഗ് എ പ്രൗഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വിൽ സ്ട്രെങ്തൻ നാഷണലിസം. കളക്റ്റീവ് മെമ്മറീസ്, ലെജൻഡ്സ്, ഗ്രേറ്റ് ഈവന്റ്സ് ആൻഡ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ക്യാൻ ഹെൽപ്പ് ടു ക്രിയേറ്റ് പാട്രിയോട്ടിസം ഇൻ ദ സിറ്റിസൺ. ചരിത്രം. സ്വാതന്ത്ര്യ സമരം പോലെയുള്ള കൂട്ടായ സ്മരണകൾ, ഐതിഹ്യങ്ങൾ, പൗരാണിക നാഗരികത തുടങ്ങിയ ഭൂതകാല നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ ഐക്യബോധവും ദേശീയതയും വളർത്തുവാൻ സഹായിക്കാറുണ്ട്. തേർഡ്, ടെറിട്ടറി. ലിവിംഗ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ടെറിട്ടറി ഡെവലപ്സ് എ ഫീലിംഗ് ഓഫ് വൺനെസ്. ഭൂപ്രദേശം. ഒരു പ്രദേശത്ത് ദീർഘകാലമായി ഒന്നിച്ചു ജീവിക്കുന്നവരുടെ ഇടയിൽ കൂട്ടായ വ്യക്തിത്വം രൂപപ്പെടും. ഫോർത്ത് പോയിന്റ്, ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്. ജനറൽ പൊളിറ്റിക്കൽ ബിലീഫ്സ് ആർ അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് സ്ട്രെങ്തൻ നാഷണലിസം. പങ്കുവയ്ക്കപ്പെടുന്ന രാഷ്ട്രീയ ആദർശങ്ങൾ, ജനാധിപത്യം, മതേതരത്വം, ഉദാരവാദം തുടങ്ങിയ രാഷ്ട്രീയ മൂല്യങ്ങളോടും ആശയങ്ങളോടുമുള്ള പൊതുവായ പ്രതിബദ്ധത ദേശീയത വളർത്തുവാൻ സഹായിക്കുന്നുണ്ട്. ഫിഫ്ത് വൺ, common political identity. Common cultural background such as common language, same religion, observing same celebrations and rituals, etc. enrich nationalism. പൊതുവായ രാഷ്ട്രീയ വ്യക്തിത്വം, പൊതുഭാഷ, പൊതുവായ മതവിശ്വാസങ്ങൾ, പൊതുവായ സാംസ്കാരിക പാരമ്പര്യം എന്നിവ ദേശീയതയെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായി പൊതുവെ മാറാറുണ്ട്. അവകാശങ്ങൾ, പൗരത്വം, ദേശീയത എന്നീ 3 അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതുവരെ ചർച്ച ചെയ്തത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി മനസ്സിലാക്കി
പരീക്ഷാവേളയിൽ കൃത്യമായ ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.